ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒഡോ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒഡോ യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അവർക്ക് ഇതെങ്ങനെ ട്രയൽ ചെയ്യാം, അല്ലെങ്കിൽ ഒഡോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്ത് നോക്കാം, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മൊഡ്യൂളുകളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒഡോൻ്റെ ഒരു പുതിയ ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ബിഗിനറായിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത്. ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ അത്ര റെലവൻ്റ് ആയിരിക്കില്ല. സോ നമുക്കിപ്പം www.odo.com പോയി കഴിഞ്ഞാൽ ഒഡോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെത്തും. ഇവിടെ കാണാം, ഇതാണ് ഒഡോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇത് നമുക്ക് സ്റ്റാർട്ട് നൗ ഇറ്റ്സ് ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതേപോലെ ടോപ്പിൽ ട്രൈ ഇറ്റ് ഫ്രീ ഉണ്ട്. അപ്പോൾ ഇതിൽ പുതിയൊരാളാണെങ്കിൽ സ്റ്റാർട്ട് നൗ ഇറ്റ്സ് ഫ്രീ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിൽ നമുക്ക് വേണ്ട മൊഡ്യൂളുകൾ ഏതൊക്കെ ആപ്പുകളാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ സെയിൽസും അതേപോലെ അക്കൗണ്ടിങ്, പർച്ചേസ്, ഇൻവെൻട്രി, ഇത്ര ആപ്പാണ് എനിക്ക് ഇനീഷ്യലി വേണ്ടത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ കണ്ടിന്യൂ കൊടുത്തു. ദെൻ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യാണ്. കമ്പനി നെയിമും കാര്യങ്ങളൊക്കെ എൻ്റെ പേരിന് കൊടുക്കുകയാണ്. ദെൻ ഇമെയിൽ ഐ ഡി ഞാനൊരു പുതിയ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൊടുക്കുകയാണ്. ഇപ്പം എൻ്റെ മെയിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് പുതിയൊരു ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺട്രി, ലാംഗ്വേജ്, അതുപോലെ കമ്പനി സൈസ്, ഇതൊക്കെ ആസ് ഇറ്റ് ഈസ് ഇങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഈ പ്രൈമറി ഇൻട്രസ്റ്റ് യൂസ് ഇറ്റ് മൈ കമ്പനി കൊടുക്കാം, അല്ലെങ്കിൽ ഐ എം എ ടീച്ചർ, ഐ എം എ സ്റ്റുഡൻറ്റ് കൊടുക്കാം. ഇതിലേത് ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. ദെൻ സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യാം. ഇത്രയും ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ വെൽക്കം ടു ഒഡോ എന്ന് പറഞ്ഞൊരു സ്ക്രീന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു മെസ്സേജും കൂടെ വന്നിട്ടുണ്ട്. ഒഡോൻ്റെ പ്രത്യേകത വെച്ചാൽ ഇറ്റ്സ് എൻ ഓൾ ഇൻ വൺ സൊല്യൂഷൻ ഫോർ എനി കൈൻഡ് ഓഫ് ബിസിനസ്. നമുക്കിപ്പോൾ ഒഡോൻ്റെ സ്ക്രീന് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുള്ള മൊഡ്യൂളുകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൊഡ്യൂളുകളൊക്കെ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ഇത് കൂടുതൽ മൊഡ്യൂളുകൾ വന്നത് ഈ ഇൻവെൻട്രി അതുപോലെ സെയിൽസൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നതാണ്, ഈ കലണ്ടർ, അപ്പോയിൻമെൻറ്റൊക്കെ. അതുകൊണ്ടാണ് ആ മൊഡ്യൂളുകൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യണം. ഈ ഡാറ്റാബേസ് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, യുവർ ഡാറ്റാബേസ് വിൽ എക്സ്പയർ ഇൻ 3 hours. സോ നമ്മൾ നേരത്തെ കൊടുത്ത മെയിലിലേക്ക് ഒഡോൻ്റെ സൈഡിൽ നിന്ന് ഒരു ആക്ടിവേഷൻ ലിങ്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് 3 മണിക്കൂറിനുള്ളിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഡാറ്റാബേസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിലിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റും ആ മെയിൽ വന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ക്ലിക്ക് ടു ആക്ടിവേറ്റ് യുവർ ഡാറ്റാബേസ് ഓർ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. രണ്ടും സെയിം തന്നെയാണ്. ക്ലിക്ക് ടു ആക്ടിവേറ്റ് യുവർ ഡാറ്റാബേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്നത് പാസ്വേഡ് ചൂസ് ചെയ്യാനാണ്. നമുക്ക് പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. ഇനി ഓൾറെഡി ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ അവരവിടെ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്യാണ്. പാസ്വേഡിൻ്റെ കണ്ടീഷൻസ് താഴെ പറയുന്നുണ്ട്. നോർമലി നമ്മൾ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുള്ള സിമിലർ കണ്ടീഷൻസ്. ദെൻ ആക്ടിവേറ്റ് യുവർ ഡാറ്റാബേസ്. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഡാറ്റാബേസ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി ഈ ഒരു സ്ക്രീനിലാണ് എത്തുക. ഇവിടെ നമുക്ക് യൂസേഴ്സിന് ഇൻവിറ്റേഷൻ കൊടുക്കണമെങ്കിൽ ഇവിടെ ഇൻവിറ്റേഷൻ കൊടുക്കാം, അവർക്കും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി. ദെൻ ഗോ ടു ദാറ്റ് ലിങ്ക്. ഇതാണ് നമ്മുടെ ഒഡോയുടെ ലിങ്ക്. ഈ ലിങ്ക് വെച്ചിട്ടാണ് ഒഡോൻ്റെ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒഡോൻ്റെ ഡാറ്റാബേസിൻ്റെ സ്ക്രീനിലേക്ക് എത്തും. ഇത് 14 days ആണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ യൂസർ ലൈസൻസ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഈ ഡാറ്റാബേസ് തന്നെ രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ, ആ കോഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലത്തേക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, മന്ത്ലി ആണോ ഇയർലി ആണോ, അതിനനുസരിച്ചിട്ട് ആ ഒരു എക്സ്റ്റൻഷൻ കിട്ടും. അപ്പോൾ ഇതിലിനി നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അക്കൗണ്ടിങ് മൊഡ്യൂളുകൾ, അതുപോലെ സെറ്റിങ്സ് ഇവിടെ ഉണ്ട്. കമ്പനീൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, അതിൻ്റെ കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ ടോപ്പ് റൈറ്റ് സൈഡിൽ പാസ്വേഡ് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈ പ്രിഫറൻസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പാസ്വേഡ് മാറ്റാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ചേഞ്ച് പാസ്വേഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒഡോൻ്റെ ഒരു പുതിയ ഡാറ്റാബേസ് ആക്ടിവേറ്റ് ആവുന്നതും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ആക്ച്വലി ഒഡോൻ്റെ ഓൺലൈനാണ്. ഒഡോ ഓൺലൈൻ, കസ്റ്റം ഓൺലൈൻ, ആ ഒരു പ്ലാനാണ് വരുന്നത്. ഒഡോ SH അല്ല. ഇതാണ് നമ്മൾ ട്രയൽ ഡാറ്റാബേസ് ആയിട്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഒഡോ ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫെസിലിറ്റി. ഇപ്പോൾ ഈ 14 days കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു.